Hello friends, welcome back to my channel. One day for Coolie, the most awaited Kollywood movie. The most awaited Kollywood movie. So releasing tomorrow. സോ നിങ്ങളെപ്പോലെ ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ട് നാളെ ടിക്കറ്റും ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിലെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങി എന്താ പറയാ ഡേ അനൗൺസ്മെന്റ് തൊട്ട് ഇന്ന് വരേക്കും ഒരുപാട് ലോട്ട്സ് ഓഫ് അസ്യൂമിങ് ആണ്. വെദർ ഇറ്റ് ഈസ് LCU ഓർ നോട്ട്, അല്ലെങ്കിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണോ, അങ്ങനെ ഓരോരോ തിയറീസ്. അതിൽ ഓരോ ട്രെയിലറും ഡീകോഡിങ് നടത്തിക്കൊണ്ട് അവര് വ്യൂവേഴ്സ് പലരും അതിനെ LCയിലോട്ട് LCUവിന്റെ ഭാഗമാണെന്നും അല്ലെന്നും അങ്ങനെ ഒരുപാട് അസംഷൻ നടക്കുന്ന സമയമാണിത്. സോ അതിനൊക്കെ നാളത്തോടെ കർട്ടൻ വീഴുകയാണ്. സോ നാളെ റിലീസ് ആവുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ഒരു മൂവിയാണെന്ന്. സോ ഞാൻ ഓൾറെഡി ഇതൊരു ലോകേഷ് കനകരാജ് പടം ആയതുകൊണ്ട് ഹൈപ്പീസ് സ്കൈ ഹൈ. സോ ഒരു എത്രത്തോളം അത് ആ ഒരു ഹൈപ്പിന് നീതി പുലർത്തുമെന്ന് നാളെ ഫസ്റ്റ് ഡേ കണ്ടിറങ്ങുന്നവർക്ക് മനസ്സിലാവും. ആക്ച്വലി ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടിയില്ല എനിക്ക്. സോ അതൊരു നൈറ്റ് ഷോയിലേക്ക്, ഈവനിങ് ഷോയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സോ നാളെ മുതൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെക്കും. കാരണം ഒരുപാട് സ്പോയിലേഴ്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ നിങ്ങൾ പലരും സിനിമ കാണുന്നവർ ഗ്രൂപ്പുകളിലായിരുന്നാലും നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലായിരുന്നാലും പരമാവധി സ്പോയിലേഴ്സ് ഒഴിവാക്കുക. ഈ സ്പോയിലർ കൊണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത് ഇടുന്നവർക്ക് കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. മറ്റുള്ളവരുടെ ആസ്വാദനത്തിനെ ബാധിക്കുന്നതല്ലാതെ വേറൊരു തരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളും ആ കാര്യത്തിലില്ല. സോ എന്നെപ്പോലെ പല സിനിമാ പ്രേമികളും അതിനെതിരാണ്. സോ നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്ത് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ പോകും. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ പോലും നമ്മൾ അത്തരത്തിലുള്ള ഡിസ്കഷൻ നടത്താറില്ല, പ്രത്യേകിച്ച് ഞാൻ നടത്താറില്ല. അപ്പൊ നിങ്ങളും അങ്ങനെയൊന്നും നടത്താതെ നല്ല രീതിയിൽ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യൂ. ഞാനും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതില് എന്താ പറയാ, ഇന്ന് രാത്രി മുതൽ ഇന്റർനെറ്റും ഓഫ് ചെയ്ത് വെച്ച് നിങ്ങൾ പടം കാണുന്നത് വരേക്കും യാതൊരുവിധ എക്സ്പെക്ടേഷനും ഇല്ലാതെ പോയി കാണുക. ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് വൈകിട്ട് വരെ എൻ്റെ നെറ്റും ഓഫാക്കി ഇരിക്കേണ്ടി വരും. ഓഫീസിലും കുറെ എണ്ണം ഇതിന്റെ ഡിസ്കഷനുമായിട്ട് വരും. അവരിൽ നിന്നൊക്കെ വഴുതി മാറി വേണം എനിക്ക് രക്ഷപ്പെട്ട് ഈ സിനിമ വൈകിട്ട് പോയി കാണാൻ. സോ നാളെ അറിയാം. നാളെ ഇതിന്റെ റിവ്യൂസുമായിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ റെഡി ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ അതിലൊന്നും പെടാതെ നിങ്ങളുടെ ആസ്വാദനത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സോ ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 2 മാസമായി ഏകദേശം നല്ലൊരു സിനിമ കണ്ടിട്ട്, നല്ലൊരു സിനിമ എന്നല്ല, തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് ഏകദേശം 2 മാസമായി. മിക്കവരും അത് തന്നെയായിരിക്കും, 1-1.5-2 മാസമായി. കാരണം ഈ ഒരു ടൈം സ്പാനിൽ അതിൽ ഒരു തരത്തിലുള്ള നല്ലതാണെന്ന് തോന്നുന്ന രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വയ്ക്കുന്ന ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഒരു പടവും ഈ ഇടക്കാലത്ത് വന്നില്ല. സോ അതുകൊണ്ട് തന്നെ കുറെ ഗ്യാപ്പിന് ശേഷം എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. സോ ഫസ്റ്റ് ഡേ കളക്ഷന്റെ കാര്യത്തിൽ വെദർ ഈ പടത്തിന്റെ വെർഡിക്റ്റ് എന്താണെന്ന് ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞ് അറിയുമെങ്കിലും ഓപ്പൺ ഡേ, ആ ഒരു ഫസ്റ്റ് ഷോ കാണുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി ഒരുപാട് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റ് കിട്ടാത്തവരുണ്ട്. അല്ലാത്ത ഫസ്റ്റ് ഫാൻ ഷോ കിട്ടാതെ അല്ലാതെ നൂൺ ഷോയ്ക്കും നൈറ്റ് ഷോയ്ക്കും ഈവനിങ് ഷോയ്ക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവനും ഞാനുമാണ് സാധാരണ ഫാൻ ഷോയ്ക്കൊക്കെ പോകുന്നത്. സാധാരണ ഫാൻ ഷോ എന്ന് പറഞ്ഞാൽ FDF ഷോ എന്ന് പറഞ്ഞാൽ വിജയ് മൂവീസ്. അപ്പം നമ്മളൊക്കെ ഒരു കടുത്ത വിജയ് ആരാധകരായതുകൊണ്ട് എല്ലാ വിജയ് പടങ്ങളുമാണ് ഈ ഫാൻ ഷോയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. സോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആഷിഖ് എന്ന് പറയും. അവനും ഞാനുമാണ് സ്ഥിരമായിട്ട് ഈ വിജയ് ഫാൻ ഷോയ്ക്കൊക്കെ പോകുന്നത്. വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോയി അതൊരു എക്സ്പീരിയൻസ് ആണ്. എത്രയോ കാലമായിട്ട് ഞാനും അവനും ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കണ്ടുമുട്ടിയ അന്ന് തൊട്ട് ഇന്നേ വരേക്കും
നമ്മൾ കാണാം വിജയ് ഫിലിം എന്ന് പറഞ്ഞാൽ അത് മോർണിംഗ് വെളുപ്പാൻ കാലത്ത് 4 മണിക്ക് 3 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് പോയി കാണുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളിൽ പലരും നിങ്ങളുടെ ഫാനായിട്ട് കരുതുന്ന ആ ഒരു ആക്ടറിന്റെ പടം കാണാൻ നിങ്ങൾ ഇതുപോലെ പോയിട്ടുണ്ടാവില്ലേ. സോ അതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ അത് പോകും. പിന്നെ പതിയെ ഒറ്റയ്ക്ക് പോയി പടം കാണേണ്ടി വരും. നാളെ ഫാൻ ഷോയ്ക്ക് ഉണ്ട്. ഞാൻ ഫാൻ ഷോയ്ക്ക് ആഗ്രഹിച്ചു ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. ഇതൊരു വിജയ് പടം അല്ലാഞ്ഞിരുന്നിട്ട് കൂടി ഓൺലി ദ നെയിം ലോകേഷ് കനകരാജ്, പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഡേ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇത് തീരുമാനിച്ചിരുന്നു. ബട്ട് അപ്പോഴും ഫ്രണ്ട്സിന്റെ അവൈലബിലിറ്റി, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സുകളുടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഈവനിങ്ങിലോട്ട് മാറ്റി. സോ എനിവേ, സിനിമ എന്ത് തന്നെ ആയിരുന്നാലും, ഇപ്പൊ ആവറേജ് ആയിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും സിനിമ നല്ലൊരു വിജയം അറിയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും വിജയിക്കണം. അതുപോലെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് പോകുന്നത്. നല്ല ഗിരീഷ് ഗംഗാധരന്റെ കിടിലം വിഷ്വൽസും അതുപോലെ അനിരുദ്ധിന്റെ കിടിലം മ്യൂസിക്കും സോങ്സും, പിന്നെ അതിലെ ആക്ടേഴ്സിന്റെ അവരുടേതായ ശൈലിയിൽ അവര് പ്രസന്റ് ചെയ്യുന്ന രീതികൾ. ആക്ച്വലി സിനിമയുടെ ഒരു ട്രെയിലറും കാര്യങ്ങളും വന്നപ്പോൾ ഇതൊക്കെ ടൈം ട്രാവലർ മൂവിയാണോ എന്നൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങിയായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ ഓർമ്മ വന്നത് ഗോട്ട് സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞിരുന്നത് ടൈം ട്രാവൽ മൂവിയാണെന്ന്. ആക്ച്വലി ആ പോസ്റ്റർ കാണുമ്പോൾ എനിക്കും തോന്നിയിരുന്നത് ഒരു ടൈം ട്രാവൽ മൂവി ആയിരിക്കും. സോ എന്തൊക്കെ തരം തിയറീസും അസംഷനും ആണ് വരുന്നത്. സോ അതൊന്നും ആരും ഇതാക്കണ്ട. ഇത് ചിലപ്പോൾ ഒരു സിമ്പിൾ സ്റ്റോറി ആയിരിക്കാം, ഒരു ചെറിയ കഥയായിരിക്കാം. സോ അത് ചിലപ്പോൾ LCUലോട്ട് വഴിത്തിരിക്കുമായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. സോ എന്ത് തന്നെ ആയിരുന്നാലും തിയേറ്ററിൽ ഫ്രഷ് ആയിട്ട് പോയി കാണുക, ഫ്രഷ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ നാളെ പടം ഇറങ്ങിയതിന് ശേഷം കാണാം.